ഹേ ഗായ്സ്, ഇനി നിങ്ങൾ വീട്ടിൽ സ്വീറ്റ് കോൺ വാങ്ങുകയാണെങ്കിൽ ഈ ഒരു റെസിപ്പി എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അത്രയ്ക്ക് ടേസ്റ്റിയാണ്. നല്ല റിച്ച് ആയിട്ടുള്ള നല്ല ക്രീമി ആയിട്ടുള്ള ഒരു സ്വീറ്റ് കോണിൻ്റെ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. വലിയ പണിയൊന്നുമില്ല, ഈസിയാണ്, അതുപോലെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് സ്വീറ്റ് കോണാണ്. അതിൻ്റെ ആ ഒരു മേലത്തെ തോടൊക്കെ കളഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യുക, എടുക്കാം. ഇനി ഇത് കട്ട് ചെയ്യലാണ് പണി. അതിങ്ങനെ ഒരു കോണ് മൂന്നായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇനി നേരെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇല്ലെങ്കിൽ ആവിച്ചെമ്പിൽ വെച്ചിട്ടൊന്ന് ആവി കയറ്റി എടുത്താലും മതി. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യുക, കുക്കർ മൂടി വെച്ചിട്ട് ഒരു 3 വിസിൽ അടുപ്പിച്ചെടുക്കുക. 3 വിസിലിന് ശേഷം ആ ഒരു വിസിലൊക്കെ പോയതിന് ശേഷം തുറന്ന് നോക്കുക. ഇതാ നല്ലപോലെ വെന്തിയുണ്ട്. ഇനി ആ വെള്ളമൊക്കെ ഒന്ന് ഊറ്റി അവിടെ മാറ്റി വെക്കുക. വേറൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു പീസ് ബട്ടർ ചേർത്ത് കൊടുക്കുക. ഇനി വേണ്ടത് കുനുകുനാന്നരിഞ്ഞ വെളുത്തുള്ളിയാണ്. ഒരു 2 അല്ലി വെളുത്തുള്ളി കേട്ടോ, ചെറുതായിട്ട് അരിഞ്ഞത്. അത് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. അതൊന്ന് ചെറുതായിട്ട് മൂത്ത് വന്നാൽ നമുക്ക് 2 ടീസ്പൂൺ മൈദയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കട്ടയില്ലാണ്ട് നല്ലപോലെ മിക്സാക്കി എടുക്കുക. പിന്നെ ഇത് ചെയ്യുമ്പോൾ ഫ്ലെയിം പറ്റി കുറച്ചിട്ട് വേണം വെക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് ചെയ്യുക കേട്ടോ. ഇനി നമുക്ക് മൈദയൊക്കെ കട്ടയില്ലാണ്ട് മിക്സാക്കിയതിന് ശേഷം ഒരു 2-3 മിനിറ്റിന് ശേഷം ഇതിലേക്ക് ഒരു ഗ്ലാസ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കുക. നല്ലപോലെ മിക്സാക്കുക. നിങ്ങളില്ലേ എന്താ പറയുക, കട്ട പിടിക്കുന്ന ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഫ്ലെയിം ഓഫാക്കുക. ഞാൻ ഈ സമയം ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട്, കുറുക്കി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യുക, അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഒറിഗാനോ, അതേപോലെ കുറച്ച് ചില്ലി പൗഡർ, എല്ലാം കുറച്ച് മതി കേട്ടോ, കൂടുതലാക്കണ്ട. ഇനി വേണ്ടത് ഇതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീമാണ്. ഒരു 2 ടീസ്പൂണോളം ഫ്രഷ് ക്രീം അതുകൂടെ ചേർത്തിട്ട് നല്ല മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ഫ്ലെയിം ഓഫാക്കിയിട്ടുള്ളത്, ഇനി ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് നല്ലപോലെ തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കോൺ ഇട്ട് കൊടുക്കുക. കോൺ അത്യാവശ്യം നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി പണിയൊന്നുമില്ല കേട്ടോ. നമ്മൾ റെഡിയാക്കി വെച്ച ക്രീം ഈ കോണിൻ്റെ മേലേക്ക് ഇങ്ങനെ സ്പ്രെഡാക്കി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും കൂടെ മറക്കണ്ട. ഉണ്ടാക്കി നോക്ക്. കുട്ടികൾക്ക് വൈകുന്നേരങ്ങളിലൊക്കെ സ്കൂൾ വിട്ട് വരികയാണെങ്കിൽ ഇതുണ്ടാക്കി കൊടുത്താൽ അവർക്ക് എന്തായാലും ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്